ഞാൻ ഇങ്ങനെ ഒരു ഭാരവാഹിത്വം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് നാട്ടിൽ വന്നപ്പം പാണക്കാട് വന്ന് തങ്ങന്മാരെ കണ്ട് തങ്ങളൊക്കെ പ്രതിയാർത്ത് ചെയ്ത് വിറകൊക്കെ പൊരുത്തൊക്കെ വാങ്ങി പോകാൻ വേണ്ടി വന്നതാണ്. ആദ്യം സാദിഖലി ശിഹാബ് തങ്ങളെ കണ്ടു, കുഞ്ഞാലി സാഹിബിനെ കണ്ടു, ഇപ്പം തങ്ങളുടെ അടുത്തുണ്ട്. ബാസിൽ തങ്ങളെ കാണും, കബർ ജിയാറത്ത് എടുത്ത് പോകും. തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഉണ്ട്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണല്ലോ. തീർച്ചയായിട്ടും പ്രവാസ ലോകത്ത് നിന്നുകൊണ്ടും ഇവിടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തന്നെയാണല്ലോ. ഞാൻ നേരത്തെ തന്നെ അത്രയും ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോൾ ഉത്തരവാദിത്വം കൂടുതലുള്ളപ്പോൾ പിന്നെ ഒരുപാട് നല്ല നിരായി ഒത്തിരിക്കുന്നുണ്ട്. സുബൈർ സാഹിബ് നേരത്തെ ഇടുന്നത് തങ്ങൾ ഉണ്ട്, നല്ല നിരയുണ്ട്. നന്നായി പ്രവർത്തിക്കാൻ കഴിയും, നിലനിർത്താൻ കഴിയും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ശക്തമായി മുന്നോട്ട് പോകും കാലഘട്ടം അതാണ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും മുസ്ലിം ലീഗ് കഴിഞ്ഞ കൗൺസിലിൽ പുതിയ ദേശീയ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചപ്പോൾ അത് ഏറെ പ്രതീക്ഷയോടു കൂടിയാണ് കേരള ജനത കണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യൻ ജനത കണ്ടത്. കാരണം അതിൽ പുതിയ ഭാരവാഹികൾ, പ്രത്യേകിച്ച് യുവാക്കൾ, സ്ത്രീകൾ, അതുപോലെ ഫിലന്ത്രോഫിസ്റ്റുകൾ എല്ലാം അടങ്ങുന്ന ഒരു കമ്മിറ്റി. അപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യം നൽകിയ ഒരു സന്ദർഭമാണ്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ സാദിഖലി ശിഹാബ് തങ്ങളൊക്കെ അവരൊക്കെ മുൻനിരയിൽ ഇരിപ്പിച്ചുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ഒരു ഘടകമാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ന്യൂനപക്ഷം അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, അതൊക്കെ നേരിടാൻ ഇവിടെ മുസ്ലിം ലീഗിന് മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്മിറ്റി ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ സൈനുൽ ആബിദീൻ സഫാരി ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് അദ്ദേഹവും. അതുപോലെ അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ഫിലന്ത്രോഫിസ്റ്റുകൾ, ബിസിനസ് ലീഡേഴ്സ്, സോഷ്യൽ ലീഡേഴ്സ് ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമുക്ക് ദേശീയാടിസ്ഥാനത്തിൽ കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഇന്നിപ്പോൾ ഇവിടെ ദേശീയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പുനഃസംഘടനയുണ്ടായി. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യുവ നേതാക്കൾ മുസ്ലിം ലീഗിലേക്ക് വന്നു. പ്രിയപ്പെട്ട ആസിഫ് അൻസാരിയും അതുപോലെ ഫൈസൽ ബാബുവും ദേശീയ സെക്രട്ടറിമാരായി. ആ വിടവിലേക്ക് പ്രിയപ്പെട്ട അഷ്റഫ് അലി നേരത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി വരികയും ഷിബു മീരാൻ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രസിഡന്റായി സഫ്രാസ് UP-യിൽ നിന്നും വന്ന് പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ദേശീയതലത്തിൽ എല്ലാ പോഷകഘടകങ്ങളും മുസ്ലിം ലീഗിൻ്റെ പോഷകഘടകമായിട്ടുള്ള യൂത്ത് ലീഗും MSF-ഉം STU, വിമൻസ് ലീഗ് ഇതൊക്കെ വലിയ ഉത്തരവാദിത്തത്തോടു കൂടി അതിൻ്റെ 24-ാം തീയതി നമ്മുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനത്തിന് ശേഷം നാം എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പ്രാഥമിക യോഗം കൂടി ഇന്നിവിടെ കൂടുകയാണ്. നമ്മുടെ ഫീഡ്ബാക്ക് ഈ എക്സ്പേർട്സ് ഇവരൊക്കെ വെച്ചുകൊണ്ട് എന്ത് ദേശീയതലത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളൊക്കെ നടത്തി അത് നമ്മൾ മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയും അതുപോലെ സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അവരൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയപരമായി അവരെ എംപവർ ചെയ്ത് അതിലൂടെ അവർക്ക് കരകയറാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ ഉത്തരവാദിത്തം 48-ൽ കായികമില്ലത്ത് അദ്ദേഹം സ്വപ്നം കണ്ട ആ സ്വപ്നം ഇന്നും അത് പൂണിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇതേ മോഡൽ ഇന്ന് നോർത്ത് ഇന്ത്യയിലും ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകുന്നത്.